ഞാൻ ആസിർ ബന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. പഹൽഗാമിൽ ഇന്ത്യ വിരുദ്ധ തീവ്രവാദികൾ നടത്തിയ അതിക്രൂരമായ മനുഷ്യക്കുരുതിയിൽ മരണമടഞ്ഞ 26 ഭാരത മക്കളുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. കുറച്ചു കാലമായി കാശ്മീർ വളരെ ശാന്തമായിരുന്നു. തീവ്രവാദ ആക്രമണങ്ങളും മറ്റും വളരെ കുറഞ്ഞു. കാശ്മീരിൻ്റെ വശ്യ സൗന്ദര്യം മാടി പിടിക്കാറുണ്ടെങ്കിലും അടിക്കടി ഉണ്ടാകുന്ന അക്രമങ്ങളും ഭീകരവാദവും ടൂറിസ്റ്റുകളെ കാശ്മീരിൽ നിന്ന് അകറ്റി. ടൂറിസം ഉപജീവനമായി കണ്ട കാശ്മീർ ജനതയ്ക്ക് ഇത് വല്ലാത്ത ഒരു തിരിച്ചടിയായിരുന്നു. എന്നാൽ കുറച്ചു നാളായി ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് സധൈര്യം പോകാൻ തുടങ്ങി. ഈ പെരുന്നാളിന് തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ ചെയർമാൻ ഉമർ അലി സാഹിബും കുടുംബവും ഒക്കെ ചിലവഴിച്ചത് കാശ്മീരിലായിരുന്നു. അതുപോലെ തന്നെ UAE നിന്ന് ധാരാളം കുടുംബങ്ങൾ ഈ പ്രാവശ്യം പെരുന്നാൾ ആഘോഷിക്കാൻ കാശ്മീരിൽ എത്തിയതായിട്ട് എനിക്കറിയാം. ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഏപ്രിൽ 22-ന് അതിദാരുണവും നിഷ്ഠൂരമായ തീവ്രവാദ ആക്രമണത്തിൽ കാശ്മീരിൽ വളരെ മനോഹരമായ പെൻസിൽ വാലിയിൽ 26 ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും, ഏത് മതക്കാരായാലും, ഏത് രാജ്യക്കാരായാലും അവരെ കണ്ടുപിടിച്ച് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്ന കാര്യത്തിൽ ലോക ജനതയ്ക്ക് ഒരേ അഭിപ്രായമാണ്. ഇന്ത്യയിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇതിനുള്ളിലെ വിവാദവും അണിയറ കഥകളും ഒന്നും വിഷയമാക്കാതെ ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ നൽകി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചപ്പോൾ ഇവിടെ കാശ്മീരിൽ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനാണെന്ന് ധരിച്ച രാജ്യസ്നേഹികളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നേരെ പോയത് അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ പ്രചരണത്തിലാണ്. എന്നിട്ടും രാജ്യരക്ഷ പരിഗണിച്ച് ഒരൊറ്റ പ്രതിപക്ഷ നേതാക്കളും അത് വിവാദമാക്കിയില്ല. എന്നാൽ തൊട്ടു പിന്നാലെ BJPയുടെ IT സെല്ല് രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടക്കുന്നുവെന്ന് മുനവെച്ച പ്രസ്താവന ഇറക്കി. എന്നാൽ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിനോടനുബന്ധമായി പുൽവാമയടക്കം നിരവധി ഭീകര ആക്രമണങ്ങളും ഇലക്ഷനു ശേഷം അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയി മാറുന്നതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് തിരിച്ചു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഭാരതീയനുമില്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നേ നടന്ന പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ 40 ധീര ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കളുമായി തന്ത്രപ്രധാനമായ സ്ഥലത്ത് തീവ്രവാദികൾ മണിക്കൂർ കണക്കിന് തമ്പടിച്ചിട്ടും ഈ ജവാന്മാരെയൊക്കെ വായുമാർഗം എത്തിക്കണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ കരമാർഗമല്ല വായുമാർഗം എത്തിക്കണമെന്ന റിപ്പോർട്ട് പോലും പരിഗണിക്കാതെ അവരെ മരണത്തിന്റെ മുഖത്തേക്ക് തള്ളിവിട്ടതും ആരാണ്? നമുക്കറിയാം, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ മൃതശരീരം കൊണ്ടുവരാനുള്ള ആംബുലൻസിന് വരെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ കഥകളും ഈ സമയത്ത് ഓർത്തുപോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പഹൽഗാമിലേക്ക് തന്നെ വരാം. വനങ്ങളാൽ ചുറ്റപ്പെട്ട് മരങ്ങൾ നിറഞ്ഞ വളരെ മനോഹരമായ തന്ത്രപ്രധാനമായ സ്ഥലം, അത് ഭീകരർക്ക് ഒഴിഞ്ഞു കൊടുത്തതിന് ഉത്തരവാദികൾ ആരാണ്? കോടികൾ ചിലവഴിച്ച് സർക്കാർ തീറ്റിപ്പോറ്റുന്ന രഹസ്യ അന്വേഷണ വിഭാഗം എന്തുകൊണ്ട് ഇത് നേരത്തെ മനസ്സിലാക്കിയില്ല? ഞാൻ മനസ്സിലാക്കിയ സാധാരണ ജൂൺ 15-ന് ശേഷം മാത്രമാണ് ഈ പ്രദേശത്തേക്ക് സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ അനുവാദം നൽകാറ്. എന്നാൽ ഈ സ്ഥലം ഏപ്രിൽ 21-ന് തന്നെ തുറന്നു കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? വിരലിൽ എണ്ണാവുന്ന തീവ്രവാദികൾ മാത്രം ഈ ക്രൂരകൃത്യം നിർവഹിച്ചപ്പോൾ വളരെ കുറച്ച് സുരക്ഷാ ജീവനക്കാർ മാത്രം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ തീവ്രവാദികളെ നേരിടാനും പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാനും കഴിയുമായിരുന്നില്ലേ? വെടിയേറ്റ പലരും യഥാസമയം ചികിത്സ ലഭ്യമായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു എന്ന് പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വരെ അവിടെ എത്തിച്ചെന്നത്. പേരും ജാതിയും മതവും ചോദിച്ചാണ് തീവ്രവാദികൾ കൊല നടത്തിയത് എന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു. ജാതിയും മതവും ഉപജാതിയും ഒക്കെ ചോദിച്ച് അരുംകൊല നടത്തുന്ന ഇന്ത്യയിൽ ഗുജറാത്തിലും UP-യിലുമൊക്കെ സ്ഥിരം കാഴ്ചയാണെങ്കിലും ഈ പഹൽഗ്രാമിലെ സംഭവത്തിന് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സുരക്ഷാ സൈനികനും എത്താത്ത സമയത്ത് എൻ്റെ സഹോദരന്മാരെ പോലെ എനിക്കൊപ്പം നിന്നത്, എന്നെ രക്ഷിച്ചതും സമീറും മുസാഫിറും എന്നു പേരുള്ള 2 കാശ്മീരി സഹോദരങ്ങളാണെന്ന് കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ്റെ മകൾ ആതിരയുടെ വാക്കുകളും നിരപരാധികളെ വെടിവെച്ചു വീഴ്ത്തുന്ന
തീവ്രവാദിയുടെ തോക്ക് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടക്ക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ച സയ്യിദ് അബ്ദുൽ ഹുസൈൻ എന്ന കാശ്മീരി ചെറുപ്പക്കാരനെയും നമുക്ക് മറക്കാൻ കഴിയുമോ? പഹൽഗാം സംഭവം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയവും അലംഭാവമാണെന്ന് പറഞ്ഞ് നമ്മളാരുമല്ല, മുൻ കരസേനാ മേധാവി ജനറൽ ശങ്കർ റോയ് ചൗധരിയുടെ വാക്കുകളാണത്. ഇത് മുകളിലേക്കെടുക്കുമ്പോൾ ഈ കൊടും ക്രൂരത ചെയ്ത ഭീകരന്മാരെയും അവർക്ക് വേണ്ട സൗകര്യങ്ങളും പരിശീലനവും നൽകി ഇന്ത്യയിലേക്ക് അയച്ച പാകിസ്ഥാനെതിരെയും കടുത്ത നടപടിയെടുക്കുന്നതോടൊപ്പം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും രഹസ്യാന്വേഷണ പാളിച്ചയും വരുത്തിയ ഉദ്യോഗസ്ഥർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അധികാരിവർഗത്തിനും കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടേ? കഴിഞ്ഞ 30 വർഷമായി ഭീകരവാദികളെ തീറ്റിപ്പോറ്റി വളർത്തിയത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഖിന്റെ കുറ്റസമ്മതം നരേന്ദ്രമോദിയുടെ ഇഷ്ടതോഴനായ ട്രംപിനെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ്. അങ്ങ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന രാജ്യത്തെ നടുക്കിയ അരുംകൊലയും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനെ കുറിച്ചും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ ഇങ്ങ് കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ 4ാം വാർഷിക ആഘോഷം മാമാകം പൊടി പൊടിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ഗവൺമെന്റ്. മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് നടയിൽ കൊടും ചൂടും പെരും മഴയും കൊണ്ട് ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ ഒരു ചെറിയ വർധനവെങ്കിലും വരുത്തി അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് ആ സമരത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിന് പകരം നിങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ ശമ്പള വർധനവ് ആവശ്യപ്പെടരുത് എന്ന് മന്ത്രിയും പരിവാരങ്ങളും പാർട്ടിക്കാരുമൊക്കെ ആവശ്യപ്പെട്ടതും അധിക്ഷേപിച്ചതും നമ്മൾ ചാനലിലും പത്രങ്ങളിലൊക്കെ കണ്ടു. എന്നാൽ അതേ സമയം തന്നെ മന്ത്രിസഭ തന്നെ PSC മെമ്പർമാരുടെ ശമ്പളം കുത്തനെ കൂട്ടിയതും നമ്മുടെ ഡൽഹിയിൽ തിരുത വളർത്താൻ പോയ ക്യാബിനറ്റ് റാങ്കുകാരൻ, പേരൊന്നും ഞാൻ പറയില്ല, റാങ്കുകാരന് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയതും കോടികൾ മുടക്കി നമ്മുടെ മുഖ്യന്റെ മുങ്ങൽക്കുളം വീണ്ടും മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ അനുവദിച്ചതൊക്കെ നമ്മളിവിടെ കണ്ടു. പക്ഷേ പെൻഷൻ കൊടുക്കാൻ പണമില്ല. നമ്മുടെ ഖജനാവിൽ പെൻഷൻ കൊടുക്കാൻ പണമില്ല. പണിയെടുത്ത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും നയാ പൈസ ഇല്ല. ആ സിനിമയിലെ പാട്ട് പോലെ നയാ പൈസ ഇല്ല എന്നൊക്കെ പാടിട്ട് വരും. എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ. പണം അടക്കാത്തത് കൊണ്ട് മാവേലി സ്റ്റോറുകൾ ഒഴിഞ്ഞ റാക്കറ്റുകൾ ഉപഭോക്താവിനെ നോക്കി കണ്ണീർ പൊഴിക്കുമ്പോൾ മരുന്ന് വാങ്ങിയതിൽ കോടികൾ കുടിശ്ശികയുള്ളത് കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ അത്യാവശ്യം മരുന്നുകൾ പോലും ലഭ്യമല്ല. ഊരാളുങ്കൽ ഒഴികെയുള്ള കോൺട്രാക്ടർമാർ ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ്. കിട്ടാവുന്നിടത്തൊക്കെ സർക്കാർ കടം വാങ്ങുന്നു. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കേര പദ്ധതിക്ക് കടം വാങ്ങിയ കോടികളുമൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നു. ഇനിയും കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങാൻ കേന്ദ്രത്തിന്റെ അനുമതിക്കായി കോടതികൾ കയറിയിറങ്ങുന്നു. ഇങ്ങനെ കുത്തുപാള എടുത്ത ഒരു ഖജനാവാണ് കേരളത്തിൻ്റെതെന്നും തൊഴിലാളികളും മറ്റും അത് മനസ്സിലാക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറയുമ്പോൾ കേരള ജനതയ്ക്ക് ഒരു നയാ പൈസയുടെ ഉപകാരമില്ലാത്ത 4ാം വാർഷിക മഹാമഹത്തിന് 100 കോടി രൂപയാണ് അത്രയും ഗവൺമെന്റ് വകയിരുത്തിയത്. മുഖ്യന്റെ കരിമോന്ത പ്രദർശിപ്പിക്കാൻ 5000 ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ 15 കോടി രൂപയാണ് അത്രേ കിഫ്ബിയിൽ നിന്ന് പലിശക്ക് കടമെടുത്തത്. ഈ 15 കോടി മുടക്കി ഈ മനുഷ്യന്റെ 3 ദിവസവും 2 നേരം കണ്ടിരുന്നാൽ കേരള ജനതയുടെ പട്ടിണി മാറുമോ? പെൻഷൻ കിട്ടാത്തവന് പെൻഷൻ കിട്ടുമോ? ആശുപത്രിയിൽ മരുന്ന് കിട്ടുമോ? എനിക്കറിയില്ല കേട്ടോ. എന്ത് ഉപകാരമാണ് പിണറായി വിജയൻ അല്ലാതെ ഈ 15 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് തൂർത്തടിച്ചത് കൊണ്ട്, ഈ ഫ്ലക്സ് വെച്ചത് കൊണ്ട് കേരള ജനതയ്ക്ക് കിട്ടിയത്? കേരള ജനതയ്ക്ക് കിട്ടുക? നമ്മുടെ കർഷകരൊക്കെ പണ്ട് കൃഷിയിടത്തിൽ കണ്ണേറ് പറ്റാതിരിക്കാൻ കണ്ണേറ് കുത്താറുണ്ട്. ഇതുപോലെ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ഭരണത്തിന് ചിലപ്പോൾ കണ്ണേറ് പറ്റാതിരിക്കാനാണോ ഈ പ്രതിഷ്ഠ? ഈ ഒഴിഞ്ഞ ഖജാവിനെ സാക്ഷി നിർത്തി കൊള്ളപ്പലിശക്ക് 100 കോടി രൂപ കടമെടുത്ത് നടത്തുന്ന ഈ മാമാങ്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറയുകയല്ലാതെ ശക്തമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ നഷ്ടപ്പെട്ട
പ്രതികരണ ശേഷിക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.